Hello everyone, myself Faiz. I'm from AIMS Nagpur. I'm your physics faculty. ഇന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പാർട്ട് 2 ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഇന്ന് നമുക്ക് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തൊട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. Yes. What is dimension? Dimensions are the nature of a physical quantity is described by its dimensions. Okay. All the physical quantities represented by derived units can be expressed in terms of some combination of 7 fundamental or base quantities. നമ്മൾ പഠിച്ച 7 ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിലെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് ആക്ച്വലി ഡയമെൻഷൻ. So dimensions, see, the dimensions of a physical quantity are the powers or exponents to which the base quantities are raised to represent that quantity. This is the basic definition of dimension. The dimensions of a physical quantity are the powers or exponents to which the base quantities are raised to represent that quantity. Easy as that. Okay, suppose നമുക്കിവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, the volume, see, വോളിയത്തിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? We know volume is actually, volume is length into breadth into height, correct? ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത് L ആണ് അല്ലെ. ബ്രെഡ്ത്തും ഡയമെൻഷൻ എന്താണ്? L ആണ്. ഹൈറ്റിന്റെ ഡയമെൻഷൻ എന്താണ്? അതും L ആണ്. സോ ഡയമെൻഷൻ ഓഫ് വോളിയം എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വോളിയം എന്തായിരിക്കും? L into L, that is L cube. സോ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? L cube. ഇനി as the volume is independent of mass and time. See, വോളിയം നമ്മൾ കാണുമ്പം ആ വോളിയത്തിന്റെ ഇക്വേഷനിൽ എന്തില്ല, ടൈമോ അല്ലെങ്കിൽ മാസോ ഒന്നും ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, മാസ് റൈസ് ടു 0 എന്ന് കൊടുക്കാം, പിന്നെ ടൈമും റൈസ് ടു 0 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സെറ്റ് ടു പൊസസ് 0 dimension in mass, 0 dimension in time and 3 dimension in length. Easy as that. ഓക്കെ, സോ നമ്മൾ വോളിയത്തിന്റെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ വോളിയത്തിന്റെ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ, ഇങ്ങനെ m raised to 0, t raised to 0 and L cube. Correct? അങ്ങനെ പറയാം. Similarly, force as the product of mass and acceleration. Force എന്താണ്? Force the product of mass and acceleration. Correct? Force is equal to m into a. So can be expressed as mass into acceleration can be expressed as acceleration. Actually എന്താണ്? Acceleration is velocity divided by time. Velocity is യൂണിറ്റ് വെച്ച് നോക്കിയാൽ മതി. അപ്പൊ കുറച്ചുകൂടി ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ മീൻസ് ലെങ്ത്, സെക്കൻഡ് സ്ക്വയർ ദാറ്റ് ഈസ് ടൈം സ്ക്വയർ. സോ മാസ് ഇൻറ്റു ലെങ്ത് ബൈ ടൈം സ്ക്വയർ. സോ ഡയമെൻഷൻ എന്തായിരിക്കും? മാസിന്റെ ഡയമെൻഷൻ m, ലെങ്ത്തിന്റെ ഡയമെൻഷൻ L, എനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഡിനോമിനേറ്ററിൽ നമുക്ക് ആരുണ്ട്? ടൈം ഉണ്ട്. സോ ടൈമിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ടി സ്ക്വയർ. സോ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിട്ട് വരും? m into L into divided by t square, ml by t square. Correct? അല്ലെങ്കിൽ എങ്ങനെ കൂടി നമുക്ക് പറയാം? ml t raised to minus 2, ml t raised to minus 2. Thus the force has one dimension in mass, അല്ലെ? Force has one dimension in mass, one dimension in length and force has one dimension in mass, one dimension in length and minus 2 dimensions in time. The dimensions in all other base quantities are 0, as simple as that. Note that in this type of representation, the magnitudes are not considered. Yes, that means the change in velocity അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. സോ എല്ലാത്തിന്റെയും ഡയമെൻഷൻ അത് തന്നെയാണ് LT raised to minus 1 ആണ്. അല്ലാണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ആകുമ്പോൾ വേറെ ഡയമെൻഷൻ, ഫൈനൽ വെലോസിറ്റി ആകുമ്പോൾ വേറെ ഡയമെൻഷൻ, ആവറേജ് വെലോസിറ്റി ആകുമ്പോൾ വേറെ ഡയമെൻഷൻ, അങ്ങനെയില്ല. എല്ലാ വെലോസിറ്റിക്കും ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ, അതേതാണ്? LT raised to minus 1, that is meter per second. Next, dimensional formula and dimensional equations.
dimensional formula and dimensional equations. The expression which shows how and which of the base quantities represent the dimensions of a physical quantity is called dimensional formula. It's as simple as that of the given physical quantity. നമുക്കൊരു ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യണം, അതാണ് ഡയമെൻഷണൽ ഫോർമുല. ഫോർ എക്സാമ്പിൾ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദ വോളിയം നമ്മൾ കണ്ടാണ് m⁻⁴ L⁻⁴. കാരണം എമ്മിലും മാസിലും ടൈമിലും റിലേഷൻ ഇല്ല, ലെങ്ത്⁻3. ആൻഡ് ദാറ്റ് ഓഫ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിന്റെയോ m⁻⁴ Lt⁻⁻1. കറക്റ്റ്. സിമിലർലി the dimensional formula of acceleration is mL⁻². and density എന്താണ്? mass by volume. so mass by volume mL⁻³ T⁻0. correct. അടുത്തത്, an equation obtained by equating physical quantity with its dimensional formula is called dimensional equation. as simple as that. correct. ഇവിടെ കൊടുത്ത് വോളിയത്തിന്റെ ഡയമെൻഷൻ m⁻⁴ L³ T⁻0, velocity Lt⁻⁻1, force mL⁻², and it is density mL⁻3. correct. The dimensional equation can be obtained from the equation representing the relations between the physical quantities. അല്ലേ നമുക്ക് dimensional equation എങ്ങനെയാ കിട്ടുന്നത്? obtained from the equation representing the relation between the physical quantities. that means നമുക്ക് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെയാ കിട്ടിയത്? നമുക്ക് ഡെൻസിറ്റി ഡയമെൻഷൻ കിട്ടിയത് നമ്മൾ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ നോക്കി, മാസ് ബൈ വോളിയം. കറക്റ്റ്. മാസിന്റെ ഡയമെൻഷൻ m, കിട്ടിയത് നമുക്ക് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടിയത് എന്താണെന്ന് mL⁻⁻3. ഓക്കെ. ദ dimensional formula of a large number and wide variety of physical quantities derived from the equations representing the relationships among other physical quantities and expressed in terms of base quantities are given. ഓക്കെ, എല്ലാത്തിനും ഡയമെൻഷണൽ ഫോർമുല ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് നോക്കാം. കറക്റ്റ്. അടുത്ത എന്താണ് ഈ ഡയമെൻഷൻ പഠിക്കുന്ന കൊണ്ടുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ ഡയമെൻഷനെ കൊണ്ടുള്ള അപ്ലിക്കേഷൻ. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണ്? ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി of equation. checking the dimensional consistency of equations. checking the dimensional consistency of equations. എങ്ങനെ നോക്കാം? നോക്കിക്കോ. The magnitudes of physical quantities may be added together or subtracted from one another only if they have the same dimension. അതായത് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം എങ്കിൽ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെയിം ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതായത് നമുക്ക് വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ഫോഴ്സ്. നമുക്ക് വെലോസിറ്റി ഫോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരിക്കലും വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. റീസൺ എന്താ? റീസൺ സിമ്പിൾ ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ Lt⁻⁻1 ആണ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ mL⁻⁻2 ആണ്. സെയിം ഡയമെൻഷൻ അല്ല. സെയിം ഡയമെൻഷൻ അല്ലെങ്കിൽ നമുക്കത് ആ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. So velocity can only be added to velocity and force can only be added to force. And അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇലക്ട്രിക് കറന്റ് cannot be subtracted from the thermodynamic temperature. കറന്റ് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റില്ല. കാരണം എന്താ? ഡയമെൻഷൻ സെയിം അല്ല. ആസ് ഈസി ആസ് ദാറ്റ്. ഈ സിമ്പിൾ പ്രിൻസിപ്പിൾ അതായത് ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റൂ എന്ന് പറയുന്ന ഈ സിമ്പിൾ പ്രിൻസിപ്പിൾ നമുക്ക് വിളിക്കാം എന്ത്? The principle of homogeneity of dimension. Principle of homogeneity of dimensions. Easy. Correct. Yes. Moving forward. അടുത്തെന്താണ്? Okay. If the dimensions of all the terms are not the same, നമുക്ക് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇക്വേഷൻസിലെ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഹെൻസ് if we derive an expression for the length or of an object regardless of the symbols appearing in the original mathematical relation, when the individual dimensions are simplified, the remaining dimension must be of that of length. Simple. Similarly, if we derive an equation of speed, the dimensions on both the sides of equation when simplified must be Lt⁻⁻1.
സിമ്പിൾ അല്ലേ? യെസ്. യെസ്. നെക്സ്റ്റ്, dimensions are customarily used as a preliminary test of the consistency of an equation. When there is some doubt about the correctness of the equation, however, the dimensional consistency does not guarantee correct equations. It is uncertain to the extent of dimensionless quantities or functions. The arguments of special functions such as the trigonometry, അതിൽ നമുക്ക് വരാം. കറക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷന്റെ എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് v0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഈ ഇക്വേഷൻ എന്ത് നോക്കാം, നമുക്ക് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി നോക്കാം, അല്ലെങ്കിൽ ഹോമോജനിറ്റി ഓഫ് ദി ഇക്വേഷൻ നോക്കാം. ഇപ്പൊ ഹോമോജനിറ്റി ഓഫ് ദി ഇക്വേഷൻ നോക്കുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. എത്ര ടേംസ് ഉണ്ട്? x0 ഒരു ടേം ആണ്, v0 ഇൻറ്റു ടി ഒരു ടേം ആണ്, ആൻഡ് ഹാഫ് എ ടി സ്ക്വയർ ഒരു ടേം ആണ്. കറക്റ്റ്. അപ്പൊ നമുക്ക് 3 ടേം ഉണ്ട്. ആ 3 ടേമിന്റെയും ഡയമെൻഷൻ ഈ എക്സ് എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷനായിട്ട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ എന്താന്ന് പറയാൻ പറ്റൂ, കറക്റ്റ് എന്ന് പറയാൻ പറ്റൂ. കറക്റ്റ്. For the distance x traveled by a particle or body in time t which starts from the position x0 with an initial velocity v naught at time t equal to 0 and has a uniform acceleration a along the direction of motion. Okay. Dimensions of each term, നമുക്ക് ഓരോ ടേമിന്റെയും ഡയമെൻഷൻ നോക്കാം. എക്സ് ഡിസ്റ്റൻസ്, ഡയമെൻഷൻ എന്താണ്? എൽ. x0 again distance, initial distance അല്ലേ, initial position, ഡയമെൻഷൻ അത് തന്നെയാണ് എൽ. നെക്സ്റ്റ് v0 into t. What is v0 into t? v velocity, v0 is initial velocity, so velocity ഏതായാലും ഡയമെൻഷൻ ഇത് തന്നെ, എൽ ടി റേസ് ടു മൈനസ് 1 തന്നെ. ടൈമിന്റെ ഡയമെൻഷൻ ടി, എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി, ദറ്റ് ഈസ് എൽ ഓൺലി. കറക്റ്റ്. ഹാഫ് എ ടി സ്ക്വയർ, എക്സലറേഷൻ ഹാഫിന്റെ ഡയമെൻഷൻ ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. എ ടി സ്ക്വയർ, എക്സലറേഷൻ എൽ ടി റേസ് ടു മൈനസ് 2, ടൈം ടി സ്ക്വയർ, ദാറ്റ് ഈസ് അഗെയിൻ എൽ. സോ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്ത് തന്നെയാണ് നമുക്ക് വരുന്നത്? എൽ തന്നെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് as each term on the right hand side of this equation has the same dimension, namely that of length, which is same as the dimension of left hand side of the equation. അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിന്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? ഇവിടെ എല്ലാം തന്നെയാണ്. Hence this equation is a dimensionally correct equation. Hence this equation is a dimensionally correct equation. It may be noted that a test of consistency of dimensions tells us no more and no less than a test of consistency of units also. Thus, dimensionally correct equation need not to be actually an exact equation. എല്ലാ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷനും ആക്ച്വലി കറക്റ്റ് ആവണമെന്നില്ല. പക്ഷേ ഒരു ഡയമെൻഷനലി റോങ് ആയത് ആ ഇക്വേഷൻ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തില്ല, അത് റോങ് തന്നെയാണ്. നമുക്കൊരു ഇക്വേഷൻ കിട്ടി, അത് ഡയമെൻഷനലി റോങ് ആണെങ്കിൽ ആ ഇക്വേഷൻ റോങ് ആണ്, ആക്ച്വലി റോങ് ആണ്, ഫുൾ റോങ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ അത് ചിലപ്പം ആക്ച്വൽ ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആക്ച്വൽ ഇക്വേഷൻ അല്ലാതെയും വരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് us consider an equation half mv square equal to mgh. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. where m is the mass of the body, v its velocity, g is the acceleration due to gravity, and h is the height. Check whether this equation is dimensionally correct. നമുക്ക് ജസ്റ്റ് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നോക്കാം. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഒറ്റ ടേമേ ഉള്ളൂ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ദ ഡയമെൻഷൻസ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എം ഇൻറ്റു വി സ്ക്വയർ. എമ്മിന്റെ ഡയമെൻഷൻ എം തന്നെ, വെലോസിറ്റി സ്ക്വയർ ആണ്, സോ എൽ ടി റേസ് ടു മൈനസ് 1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. സോ എൽ എച്ച് എസ് ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇതാണ് എൽ എച്ച് എസ് ഡയമെൻഷൻ. ഇനി ആർ എച്ച് എസ് ഡയമെൻഷനോ? ആർ എച്ച് എസ് എന്താണ്? എം ജി എച്ച്. എമ്മിന്റെ എം തന്നെ, g that is acceleration L t raised to minus 2, h that is L. So again, right hand side എന്താണ് ഡയമെൻഷൻ? ml square t raised to minus 2. ml square
ടി റേസ് ടു മൈനസ് ടു. സോ ഡയമെൻഷൻ ഓഫ് LHS and RHS ആർ ദ സെയിം അല്ലേ? സെയിം ആണ്. ഡയമെൻഷൻ LHS RHS ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷനലി this equation is correct. കാരണം എന്താ? LHS RHS എന്താണ്? സെയിം ഡയമെൻഷൻ ആണ് അല്ലേ? യെസ്. പക്ഷേ okay, the dimensions of LHS and RHS are the same and hence the equation is dimensionally correct. Easy. Yeah. അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. The SI unit of energy is joule, that is kilogram meter raised to 2 second raised to minus 2. That of speed ഇൻ്റെത് മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Which of the formulae for kinetic energy given below can you rule out on the basis of dimensional argument? M stands for the mass of the body. അതായത് ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട്, ഡയമെൻഷണൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് കൈനറ്റിക് എനർജി ഇക്വേഷൻ അല്ലാത്ത ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഓക്കെ, ഇതിൽ ഏത് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. M square V raised to 3. Kinetic energy, that is energy. So LHS എന്താണ് ഡയമെൻഷൻ? ML square T raised to minus 2. Correct. ഇവിടെ ഓരോന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അല്ലെ ML square T raised to minus 2. M square V raised to 3 എന്തായിരിക്കും? M square വോളിയം, വോളിയം raised to 3, that is L raised to 9. തെറ്റ്. B half M square കറക്റ്റ് ആണ്. M into A, M into ML T raised to minus 2. തെറ്റ്. MV square ഉണ്ട്, കറക്റ്റ് ആണ്. ഇതോ എം എ, തെറ്റ്. സോ ഏതൊക്കെയാണ് വരുന്നത്? ബിയും ഡിയും. സോ every correct formula or equation must have the same dimensions on both the sides of the equation അല്ലേ? ആണ്. Also only quantities with the same physical dimensions can be added or subtracted അല്ലേ? ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റും. ഡയമെൻഷൻസ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓൺ ദ റൈറ്റ് സൈഡ് ആർ അല്ലേ? ഓരോന്നിന്റെ നോക്കാം. എന്റെ എന്താണ്? എം സ്ക്വയർ. ഇത് വെലോസിറ്റി ആണല്ലേ? ഓക്കെ, സോ M square L raised to 3 T raised to minus 3. ആൻഡ് ബിന്റെതോ ML square T raised to minus 2. ബി ആൻഡ് ഡി കറക്റ്റ് ആണ്. ആൻഡ് സിന്റേത് ML T raised to minus 2. And the quantity on the right side of E has no proper dimensions since two quantities of different dimensions have been added. Okay. Since the kinetic energy K has the dimensions of ML square T raised to minus 2, formulas A, C, E are ruled out. എയും സിയും ഇയും എന്ത് ചെയ്തു? റൂൾഡ് ഔട്ട്. നോട്ട് ദാറ്റ് dimensional arguments cannot tell which of the two. ബിയും ഡിയും ഡയമെൻഷനലി കറക്റ്റ് ആണ്. പക്ഷെ ബിയിൽ ഹാഫ് MV സ്ക്വയർ ആണ്, ഡിയിലോ 3/16 MV സ്ക്വയർ ആണ്. ഫോർ ദിസ് വൺ മസ്റ്റ് ടേൺ to the actual definition of kinetic energy, that is half MV square. So correct formula for kinetic energy is given by B. So dimensionally correct equation ആക്ച്വലി കറക്റ്റ് ഇക്വേഷൻ ആവണമെന്നില്ല, പക്ഷെ ഡയമെൻഷനലി റോങ് ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? റോങ് ആയിരിക്കും. സോ ബിയും ഡിയും ഡയമെൻഷനലി കറക്റ്റ് ആണ്, പക്ഷെ ആക്ച്വൽ ഇക്വേഷൻ ഏതാണ്? ബി. ഓക്കെ, ആക്ച്വൽ ഇക്വേഷൻ ഏതാണ്? ബി. നെക്സ്റ്റ്, അടുത്ത രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താണ് ഡയമെൻഷന്റെ? റെഡ്യൂസിങ്
reducing relation among the physical quantities. Physical quantities നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് രണ്ടാമത്. The method of dimensions can sometimes be used to reduce relation among the physical quantities. For this, we should know the dependence of the physical quantities. Okay. Example 1.5. Consider a simple pendulum having a bob attached to string that oscillates under the action of force of gravity. Suppose that the period of oscillation of the simple pendulum depends on its length L, mass of the bob m, and acceleration due to gravity g. Derive the expression for its time period using method of dimensions. നമുക്ക് ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വെച്ചിട്ട്? ലെങ്ത്, മാസ്, ഗ്രാവിറ്റി. So the dependence of time period t on the quantities length, gravity and mass ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വൃത്തിക്ക് എന്ത് ചെയ്യാം, എഴുതിയിട്ട് കാണിച്ചു തരാം. സോ ടൈമും റിലേഷൻ കെ, ലെങ്ത് നമുക്കറിയത്തില്ല, സോ ജസ്റ്റ് നമ്മൾ എക്സ് എടുക്കുന്നു, പവർ അറിയത്തില്ല. പിന്നെ എന്താണുള്ളത്? ലെങ്ത്, ഗ്രാവിറ്റി, മാസ്. സോ ഗ്രാവിറ്റി വൈ എം റൈസ് ടു മാസ് റൈസ് ടു സെറ്റ്. ഓക്കെ, ഇനി ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ കണ്ടുപിടിച്ചു തരാം. ഓക്കെ, ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? ടി. കെ ഇൻറ്റു ലെങ്ത്തിന്റെ ഡയമെൻഷൻ എൽ തന്നെ, ദാറ്റ് ഈസ് എൽ റൈസ് ടു എക്സ്. ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ ദാറ്റ് ഈസ് ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് ടു റൈസ് ടു വൈ. മാസിന്റെ ഡയമെൻഷൻ ദാറ്റ് ഈസ് എം റൈസ് ടു സെഡ്. ഓക്കെ, ഇനി ഒരു ഈക്വൽ വരുന്നൊക്കെ ആഡ് ചെയ്യാം. സോ അഗൈൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടി മാത്രമേ ഉള്ളൂ. കെ ഇൻറ്റു എൽ എന്നുണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട് അല്ലെ. എൽ എന്തായി മാറും? എക്സ് പ്ലസ് വൈ, ദെൻ ടി മൈനസ് 2y mo z. കറക്റ്റ്? യെസ്. സോ ഇങ്ങനെ കിട്ടി. നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഫുൾ എഴുതാം. ടൈം സോ എം എന്താണ് ഇവിടെ 0 ആണ്, എല്ലും 0 ആണ്. സോ ടി റൈസ് ടു മൈനസ് 2 ഈക്വൽ ടു കെ ഇൻറ്റു എൽ റൈസ് ടു എക്സ് പ്ലസ് വൈ ടി റൈസ് ടു മൈനസ് 2y എം റൈസ് ടു സെഡ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, പവർ കമ്പയർ ചെയ്യാം. ഓക്കെ, സോ എല്ലിന്റെ പവർ എന്താണ്? എക്സ് പ്ലസ് വൈ. ഇവിടെയോ 0. സോ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇനി ടൈമിന്റെ പവർ മൈനസ് 2y. ഇവിടെയോ മൈനസ് 2 1 അല്ലേ ഇവിടെ? 1. സോ മൈനസ് 2y ഈക്വൽ ടു 1. സോ അത് നമുക്ക് എന്താ കിട്ടി? y ഈക്വൽ ടു മൈനസ് 1/2. y ഈക്വൽ ടു മൈനസ് 1/2. ഓക്കെ, നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, എന്ത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 അറിയാം. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/2 അല്ലേ. ഇനി എം 0 ആണ്, സോ സെഡ് എന്തായിരിക്കും? 0. സോ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ കറക്റ്റ് ടൈം ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ റൈസ് ടു എക്സ് ദാറ്റ് ഇസ് എൽ റൈസ് ടു 1/2 g raised to y അല്ലേ, that is minus 1/2 g raised to minus 1/2. so m raised to 0. so നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടി? നമുക്ക് കിട്ടി equal to k into root of l/g എന്ന് എഴുതിക്കൂടെ? യെസ്, ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, കറക്റ്റ്? യെസ്, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇക്വേഷൻസ് ഡിഡക്ട് ചെയ്യുന്നത് ഡൈമെൻഷണൽ അപ്ലിക്കേഷൻ ആണ്. ഓക്കെ,
സോ ദ ഡിപ്പെൻഡൻസ് ഓഫ് ടെമ്പററി ടി ഓൺ ദ ക്വാണ്ടിറ്റീസ് എൽ ജി ആൻഡ് എം ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എന്ത് കിട്ടി? ടി ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. നോട്ട് ദാറ്റ് വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് കെ cannot be, നമുക്ക് കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ cannot be obtained by the method of dimension അല്ലെ. Here it does not matter if some number multiplies the right side of this formula because that does not affect its dimension. So actual equation എന്താണ്? Actually k equal to 2 pi ആണ്. So actual equation t equal to 2 pi root of L by g ആണ്. Yes. Moving to okay. Yes, സംഭവം കഴിഞ്ഞു കേട്ടോ. Yeah. Dimensional. Okay. നമുക്ക് ഇവിടെ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട അല്ലെ, ഇക്വേഷൻ ഡിഡക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം രണ്ടാമത്തെ അപ്ലിക്കേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ് ഡിസ്റ്റൻസ് d over which a signal can seen clearly in foggy condition, നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് directly proportional to uses dimensions and assumes that the distance depends on the mass density rho of the fog. So mass density, that is rho raised to x കൊടുക്കാണ്. ഓക്കെ ഓക്കെ, rho proportional to rho. പിന്നെയോ intensity of the light from the signal and its frequency. So intensity, that is S, then frequency F. The engineer find D is proportional to S raised to 1 by n. The value of n is. അതാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് ഓരോന്നിനും പവർ കൊടുക്കാം. പവർ കൊടുത്തൂടെ? യെസ്. Density raised to x, density raised to y, frequency raised to z. നമുക്ക് ഓരോന്നിന്റെ എന്ത് കാണണം? ഡയമെൻഷൻ കാണണം. ഡെൻസിറ്റി ഡയമെൻഷൻ എന്താ? ഡെൻസിറ്റി ഡയമെൻഷൻ സോ d equal to k in എന്താടാ? ml raised to -3. So ml raised to -3x, correct? And then intensity actually energy by time into area. So actually വരുന്നത് mt raised to -3 ആണ്. mt raised to -3 ആ വരുന്നത് intensity dimension. mt -3 y, frequency, that is t raised to -1 z, correct? Z. So distance d equal to k into mass എന്തൊക്കെയാണ്? സോ ഉണ്ട്, y ഉണ്ട്, സോ x plus y അല്ലെ. ലെങ്തിന് ഒന്ന് മാത്രമേ ഉള്ളൂ, -3x, കറക്റ്റ്. ടൈമിനോ -3y z. ഡിസ്റ്റൻസ് എന്താണ്? ആക്ച്വലി ലെങ്ത് m raised to 0, ലെങ്ത് raised to 0 അല്ലല്ലോ, കറക്റ്റ്ലി എന്താണ്? m raised to 0, l raised to 1, t raised to 0. So equate ചെയ്താൽ -3x equal to 1. That is x is equal to -1 by 3. Correct. Then x plus y equal to, so x is equal to -y. So y equal to 1 by 3. Correct. Z is equal to 3y. So z will be 1. So നമ്മൾ ഇക്വേഷൻ ഒക്കെ ഇങ്ങനെ വരും അല്ലെ. ഡിസ്റ്റൻസ് d equal to some intensity raised to 1 by 3 and frequency, correct? Yes. Okay, yes. Exercise start ചെയ്യാം. Okay. ഒന്നാമത്തെ ചോദ്യം, in stating numerical answers. Okay, next first question, fill the blank.
The volume of a cube of side 1 centimeter is equal to. So 1 centimeter, ഒരു സൈഡ് എന്താണ് 1 centimeter. അതിന്റെ വോളിയം കാണേണ്ടത് ഇൻ ടേംസ് ഓഫ് മീറ്റർ ക്യൂബ്. സോ അങ്ങനെ കാണുന്നത് വോളിയം വി ഈക്വൽ ടു 1 centimeter ക്യൂബ്. 1 centimeter എത്രയാണ് മീറ്ററിന്റെ ടേംസിൽ? 10⁻² മീറ്റർ. 10⁻² മീറ്റർ ഹോൾ ക്യൂബ്. മാറി ഇത് 10⁻6 മീറ്റർ ക്യൂബ്. സോ ആൻസർ എത്രയായിരിക്കും? 10⁻6. ഈസി. അടുത്തത്, the surface area of a solid cylinder of radius 2 centimeter and height 10 centimeter is equal to. The surface area of a solid cylinder of radius 2 centimeter and height 10 centimeter is equal to millimeter square terms ആണ് കണ്ടത്. ഇക്വേഷൻ എന്താണ്? ഒരു സോളിഡ് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ. യെസ്, ഇതാണ് ഇക്വേഷൻ. ടു പൈ ആർ എച്ച് പ്ലസ് 2π r സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2π r into h plus r. കറക്റ്റ്. യെസ്, അങ്ങനെ എഴുതിക്കൂടെ? യെസ്. ഇതൊക്കെ വാല്യൂസ് നമുക്ക് ഗിവൺ ആണ്. റേഡിയസ് ഗിവൺ ആണ് എത്ര? 2 centimeter. ഹൈറ്റ് ഗിവൺ ആണ് എത്ര? 10 centimeter. ചെയ്താല് 2 into പൈ എത്രയാണ്? 3.14 into r 2 centimeter. സോ നമുക്ക് മില്ലിമീറ്റർ അല്ല കാണുന്നത്. 20 millimeter into 120 millimeter. കറക്റ്റ്. കാരണം 10 സെന്റിമീറ്റർ മില്ലിമീറ്ററിൽ എന്താണ് 100 ആണ് വരിക. ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നത് 15,072 millimeter സ്ക്വയർ. സോ ആൻസർ എത്രയാണ്? 15,072. ആൻസർ വരുന്നത്, ബിയുടെ ആൻസർ വരുന്നത് 15,072. നെക്സ്റ്റ്, സി. A vehicle moving with speed 18 km/h covers. ഓക്കെ, സോ എത്ര മീറ്റർ ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ചോദ്യം. km/h നമുക്ക് എന്താണ്? സ്പീഡ് ഗിവൺ ആണ്. സോ ആക്ച്വലി 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1 kilometer ഈസ് 1000 മീറ്റർ. 1 hour എത്ര സെക്കൻഡ് ആണ്? 60 into 60, that is 3600. So 1 km/h equal to, അങ്ങനെ എഴുതാം നമുക്ക്, 1000 meter divided by second. Correct. So it's actually, ഇത് നമ്മുടെ സോൾവ് ചെയ്താൽ കിട്ടും 5/8. 5/18 meter per second. ഇതാണ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഈക്വൽ ടു 5/18 meter per second. ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിരിക്കുന്നത്? 18 km/h. സോ 18 km/h എത്രയായിരിക്കും? യെസ്, 18 into 5/18 meter per second. That is 5 meter per second. സോ 5 meter per second ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 5 meter. ഒരു ഡിസ്റ്റൻസിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 5 meter. So answer is 5. Next, the relative density. The relative density of lead is 11.3. Its density is, okay,
gram. Okay, relative density given ആണ്. So 11.3 gram per centimeter cube നെ kilogram per meter cube ലേക്ക് മാറ്റണം. സിമ്പിൾ അല്ലേ അങ്ങനെ മാറ്റുന്നത്? 11.3 gram 10 raised to minus 10 raised to 3 raised to minus 3 kg by 10 raised to minus 2 cube. 10 raised to minus 3 into 10 raised to 6. That is 10 raised to 3. So 11.3 into 10 raised to 3. Okay. 11.3 into 10 raised to 3 വരും. So kilogram per meter cube ആൻസർ എന്താ വരുന്നത്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ ആൻസർ വരുന്നത് 11.3 into 10 raised to 3. Correct. Next. Fill in the blanks by suitable conversion of units. 1 kilogram meter square second raised to minus 2 is equal to gram centimeter square. Okay, അതിലാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കാണുന്നത് ഓരോന്നിനെയും കൊടുത്താൽ മതി. സോ 1 kg എത്ര gram ആണ്? 1000 gram. That is 10 raised to minus 10 raised to 10 raised to 3 into meter square, that is 100 centimeter. It is 10 raised to 2 square. Correct. Into second raised to minus 2 അതിൽ മാറ്റമില്ല, അങ്ങനെ തന്നെ എഴുതാം. So will be equal to 10 raised to 7. 10 raised to 7. Correct. Yes. അടുത്തത് 1 meter. ഓക്കെ, ലൈറ്റ് ഇയറിന്റെ ടേംസ് ആണ് വേണ്ടത്. ലൈറ്റ് ഇയറിന്റെ ടേംസിൽ നമുക്ക് കിട്ടുന്നത് 1 meter equal to 1.06 into 10 raised to minus 16 light year. 1.06 into 10 raised to minus 16 light year. അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. അത് മാറ്റി നമുക്ക് കിട്ടുന്ന എത്രയാണ്? ആൻസർ വരുന്നത് 3.88 into 10 raised to 4 kilometer per hour. 3.88 into 10 raised to 4 kilometer per hour. ഓക്കെ, നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാലറി. Unit of heat, it's equal to 4.2 joule. Suppose we employ a system of units in which the units of masses equals alpha kg, length equals beta, time gamma. Show that a calorie has a magnitude of. Okay, കണ്ടുപിടിക്കാം. So calorie in terms of the calorie means heat, that is joule only, energy only, in terms of alpha, beta, gamma. Actually heat, that is joule. But ജൂളിന്റെ ഡയമെൻഷൻ എന്താണ്? ml square t raised to minus 2. So alpha is mass only, correct? So mass raised to x, length, that is beta. So length raised to y, time, that is gamma, time raised to
Z. It's so simple only. Yes, just yes. No. ഓക്കെ, നമ്മൾ സിസ്റ്റം എംപ്ലോയ് ചെയ്യാണ്, കറക്റ്റ്. ഓക്കെ, നമ്മൾ ഗിവൺ യൂണിറ്റ് ബൈ അങ്ങനെ ചെയ്യേണ്ടത്. Yes. അങ്ങനെ ചെയ്യുമ്പോൾ ഗിവൺ യൂണിറ്റ് ബൈ ന്യൂ യൂണിറ്റ് ടു equal to m1 by m2 raised to x, l1 by l2 raised to y, t1 by t2 raised to z. എനർജിന്റെ ഫോർമുല എന്താണ്? അത് നമുക്ക് എക്സ് വൈ സെഡ് എന്ന് കിട്ടിയ എക്സ് ഈസ് 1, y ഈസ് 2, z ഈസ് -2. സോ ന്യൂ യൂണിറ്റ് വെച്ചിട്ട് കാലറി എന്താ കിട്ടും നമുക്ക്? ഈക്വൽ ടു 4.2 alpha raised to -1, beta raised to 2 അല്ലേ വരുന്നത്? അല്ല, beta raised to -2, beta raised to -2 and gamma raised to 2. Correct? Yes. Yeah. നമ്മൾ പ്രൂവ് ചെയ്തത് 4.2 alpha raised to -1, beta raised to -2, gamma square. Okay. Yes. എന്തൊക്കെ ബാക്കിയുള്ളത്? 6.6 ഓക്കെ. ന്യൂട്ടൺ ഒക്കെ ഇതിനെ മാറ്റണം. സെന്റിമീറ്റർ ക്യൂബ് സെക്കൻഡ് റേസ്റ്റ് -2 ഗ്രാം റേസ്റ്റ് -1ലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ. സോ ന്യൂട്ടൺ ആക്ച്വലി കിലോഗ്രാം ഇൻറ്റു മീറ്റർ ഇൻറ്റു സെക്കൻഡ് റേസ്റ്റ് -2 അല്ലേ? സോ കിലോഗ്രാം ഗ്രാം മാറ്റണം. സോ കിലോഗ്രാം 10³ gram. കറക്റ്റ്. വെയിറ്റ്, അത് നമുക്ക് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ്റ്റ് ടു -2 മീറ്റർ സ്ക്വയർ kg റേസ്റ്റ് ടു -2. ഇതെന്തായി ലാസ്റ്റ്? മീറ്റർ ക്യൂബ് സെക്കൻഡ് റേസ്റ്റ് ടു -2 കിലോഗ്രാം റേസ്റ്റ് ടു -1. ഇതിനെ മാറ്റിക്കോ. മീറ്റർ സെന്റിമീറ്റർ 10⁻². That is 10⁻² whole cube into second raised to -2 into kg. That is 10⁻³ gram raised to -1. ഇതെന്താവും? എന്താവും നോക്കിക്കോ. 10⁻6 centimeter cube raised to -2 10⁻³ ഓക്കെ. മൊത്തം 10⁻² എത്ര വരുന്നുണ്ട്? യെസ്. ഓക്കെ, നമുക്ക് സമ്മറൈസ് വായിച്ചു പോവാം. മുമ്പ് എന്തെങ്കിലും നമ്മള് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. യെസ്.
Physics is a yeah. Other physical quantities derived from basic quantities can be expressed as a combination of the basic units that are called derived units. A complete set of units, both fundamental and derived, is called a system of units. International system of units based on seven units set present internationally accepted unit system, and it's widely used to throughout the world. The SI units are used in all physical measurements for both the base quantities and the derivative quantities obtained from them. Okay, physical measurements are usually expressed for small and large quantities in scientific notation with powers of 10. Yes, order of magnitude നമ്മൾ പഠിച്ചാണ്. In measured and computed quantities, proper significant figures only should be retained. Rules for determining the number of significant figures, carrying out arithmetic operations with them. The rounding off the uncertain digits must be followed. Yes. Okay. Okay. Next നമുക്ക് ഡയമെൻഷൻ അനാലിസിസിന് എന്ത് പഠിക്കാം? ലിമിറ്റേഷൻസ് പഠിക്കാം. Okay. Okay. First limitation. Yeah, എന്താണ്? Two different quantities can have same dimension. Two different quantities can have same dimension. Two. Checking the correctness of the equation doesn't have 100% accuracy. Third, proportionality constant cannot be determined. അല്ലേ? ഇതൊക്കെ limitations ആണ്. നാലാമത്തെ limitation, this method doesn't work if a quantity depends on more than three physical quantities. More than three physical quantities നോക്കുന്നില്ല. Yeah, depends എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. More than three physical quantities. So two different quantities can have same dimension. Two different quantities can have dimension. Checking the correctness of the equation doesn't have 100% correctness. 100% guarantee. Proportionality constant cannot be determined. This method doesn't work if a quantity depends on more than three physical quantities. Okay. Yes.